അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ടാണ്. ഈ മസാല ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ, വെജിറ്റബിൾ, പിന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ് അത് ഫ്രൈ ചെയ്യാത്തത്. അടുത്ത വീഡിയോയിൽ ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി മാറ്റി വെച്ചാണ്, അതുകൊണ്ടാണ് അത് ഫ്രൈ ചെയ്യാത്തത്. അപ്പോൾ ഇത് ഒരു അടിപൊളി മസാലക്കൂട്ടാണ്. ഈ മസാല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കന്, വെജിറ്റബിൾ, ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു മസാല ഉപയോഗിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഒരു മാസം വരെ കേടുകൂടാതെ, ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസം വരെ നന്നായിട്ട് ഒരു കേടും കൂടാതെ ഇരിക്കും. പിന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ നിൽക്കുള്ളൂ. അപ്പം ഈ ഐറ്റംസ്, ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മസാലക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി 3 കുടം വെളുത്തുള്ളി, അതായത് ഇങ്ങനത്തെ 3 എണ്ണം, ഈ വലുപ്പത്തിലുള്ള 3 എണ്ണം, അത്രയും വലുപ്പമൊന്നുമില്ല, ഇത്ര പോലും ഇത്രയും വലുപ്പമുള്ള 3 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എടുക്കുമ്പോൾ എപ്പോഴും ഇഞ്ചിയേക്കാൾ കൂടുതലായിരിക്കണം വെളുത്തുള്ളി. കറിവേപ്പ് 4 തണ്ട്, 10 ചെറിയ ഉള്ളി 10 എണ്ണം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, ഈ സ്പൂണിന് ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഉലുവ, അതേപോലെ 1.5 ടീസ്പൂൺ, ഇതേ സ്പൂണിന് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയുന്ന ജീരകമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഒരിക്കലും ഇതിൽ കൂടി പോകാൻ പാടില്ല, വളരെ കുറച്ച്, ഇതിലും കുറച്ചായാലും പ്രശ്നമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഗരം മസാല 1/2 ടീസ്പൂൺ എടുക്കാം. വിനാഗിരിയാണ് അടുത്തത്. വിനാഗിരി വലിയ സ്പൂണിന് 1.5 സ്പൂണ് വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. 1.5 സ്പൂണല്ല, 2.5 സ്പൂൺ വിനാഗിരിയാണ് എടുത്തത്. ഇങ്ങനത്തെ 2 സ്പൂണും പിന്നെ ഇതിൻ്റെ ഒരു 1/2 സ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2.5 സ്പൂൺ വിനാഗിരി. ഇതേ സ്പൂണിന് ഇങ്ങനെ, ഇപ്പം ഞാൻ എടുത്ത അളവ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു അളവിൽ ഇത്രയും 5 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ നമ്മൾ എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇതിൻ്റെ റേഷ്യോ എന്താ വെച്ചാൽ 1 കിലോ കാശ്മീരി ചില്ലിക്ക് 1/2 കിലോ എരിവുള്ള മുളകില്ലേ, അത് അങ്ങനെയാണ് ഇത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. കഴുകിയിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണിത്. മല്ലിപ്പൊടി ഇതേ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇപ്പം ഞാൻ മുളക് എടുത്ത അളവില്ലേ, അതേ ഇങ്ങനെ നമ്മൾ കുമിഞ്ഞിട്ടെടുക്കില്ലേ, ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇതിന് ഇതേ സ്പൂണിന് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ചെറുനാരങ്ങ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, അഥവാ വീട്ടിൽ പിന്നെ ഈ വിനാഗിരി ഇല്ലെങ്കിൽ മാത്രം ചെറുനാരങ്ങ ഇതിലേക്ക് യൂസ് ചെയ്താൽ മതി. ചെറുനാരങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ പുറത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിലും ഒരുപാട് ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അല്ലാതെ ആണെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചിട്ട് ഈ മസാലക്കൂട്ട് തയ്യാറാക്കുകയാണെങ്കിൽ 1 മാസം ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. പിന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ 2 ആഴ്ച, മാക്സിമം 2 ആഴ്ച ഒക്കെ പുറത്ത് വെക്കാം. പിന്നെ വിനാഗിരി ഇല്ലാതെ ചെറുനാരങ്ങ ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് ഉണ്ടാക്കരുത്, 1-2 ദിവസത്തിന് കണക്കാക്കി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ല, ഈ ഉള്ളി, ഇഞ്ചി അതല്ല. അപ്പം അത് അടിച്ചതിന് ശേഷം ഇതായിട്ട് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് ഈ സുർക്ക ഉപയോഗിച്ചിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ. അടിക്കുമ്പോൾ അല്പം വെള്ളം ചേർക്കുക, 1-2 സ്പൂൺ വെള്ളം ചേർക്കുക. അല്പം കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ഇടാനുണ്ടല്ലോ. അപ്പം വെള്ളം കുറച്ച് കൂടിയാലൊന്നുമില്ല. അരയ്ക്കാൻ അതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പം ഇതെല്ലാം അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്
ഞാൻ കാണിച്ചു തരാം. ഇപ്പം മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലാത്ത എല്ലാ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലായിരുന്നു, ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ബൗളിലേക്ക് ഇത് നന്നായിട്ട് ഇട്ടിട്ട് ഇതിനിപ്പം ഞാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് ഇതാ, ഈ അരക്കപ്പ് വെള്ളമാണ്. ആ വിനാഗിരി കൂടാതെ ഈ അരക്കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ബാക്കിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയുള്ള ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാണുന്നില്ല, ഉപ്പ് മുളക് ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളാണ് അടിച്ചിട്ടെടുത്തിട്ടുള്ളത്. നന്നായി അടിച്ചത് ഇതൊരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ഇപ്പം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ചേർത്തതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്താൽ പുളിപ്പാണോ അല്ലെങ്കിൽ ഉപ്പാണോ മുന്നിട്ട് നിൽക്കുന്നത് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ആ പുളി ഒന്ന് കറക്റ്റാക്കാൻ നമുക്ക് ആദ്യം ആ പുളീൻ്റെ ടേസ്റ്റ് അത് പാകത്തിനുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഒന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് എല്ലാ ഇതും മിക്സ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇപ്പം നമ്മൾ ഇടുന്നില്ല, ഇതും കൂടി ആഡ് ചെയ്യാം. ഗരം മസാല. ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഈ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത സാധനമില്ലേ, ആ വെജിറ്റബിൾസിലേക്ക് ഉള്ളിയും ഇഞ്ചി അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് അല്പം വെള്ളം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത്, അപ്പം ഇതിന് അത്ര തന്നെ ആ പുളിപ്പ് വിനാഗിരിയുടെ പുളിപ്പ് പോരായിരുന്നു. അത് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല. ഓരോ വിനാഗിരി ചിലത് പുളി, ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് അതിന് പുളിപ്പ് കുറവ് കാരണമാണ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യാൻ കാരണമായത്. നിങ്ങളെ വിനാഗിരി ചിലപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ആദ്യം ഈ 2.5 വലിയ സ്പൂണിലല്ലേ ചേർത്തിട്ടുള്ളത്, ആ അളവ് പ്രകാരം തന്നെ ചേർക്കുക. അല്പം വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് അല്പം എടുത്തിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ പുളിപ്പ്, ആ വിനാഗിരിയുടെ പുളിപ്പ് നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കണക്കായി. ഇനി അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ. ഇനി നമ്മളിപ്പോൾ ഇത് 2 വലിയ സ്പൂണുണ്ട്, അത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ആ ഒരു അളവ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നാവിൽ ഈ മസാല എടുത്ത് വെക്കുമ്പം നമുക്ക് ഉപ്പ് മുന്തിച്ച് നിൽക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് സാധാരണ നമ്മൾ കറിയിലൊക്കെ ഉള്ള പോലെ പോരാ, കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പിടിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പം മസാലയിൽ എപ്പോഴും കൂടുതലായിരിക്കണം. ഉപ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അല്പമായിട്ട് മുന്തിച്ച് നിൽക്കണം. അതന്നെ അത് അങ്ങനെ ചെയ്താൽ, അങ്ങനെ ആ ഒരു ഇതിൽ മസാല ഉണ്ടാക്കിയാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ ഈ കറക്റ്റായിട്ടുള്ള ഉപ്പ് അതിലേക്ക് പിടിക്കുകയുള്ളൂ. അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ 2 വലിയ സ്പൂണുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ആവശ്യമെങ്കിൽ ഞാൻ ചേർക്കും, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നിർത്തും. ഇനി വെജിറ്റബിൾസിലും ഫിഷിലും ചിക്കനിലും മാരിനേറ്റ് ചെയ്തിട്ട് അത് പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പം ആ 2 വലിയ സ്പൂൺ ചേർത്ത് ഒരുവിധം പാകമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയില്ലേ അല്പം ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ടീസ്പൂണോട് ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ പുളി കറക്റ്റാണ്, വിനാഗിരിയുടെ പുളി കറക്റ്റായിട്ടില്ല. ആ പുളി നമുക്ക് ഫീൽ ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഇനി ഉപ്പിട്ടിട്ട് ആ ഉപ്പും പറഞ്ഞില്ല കുറച്ചിങ്ങനെ മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് വരാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണം അത് അളവ്, ഞാൻ പറഞ്ഞ അതേ അളവിൽ ചെയ്യരുത്. നിങ്ങൾ ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സുർക്കയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിലും ചെറിയ ചെറിയ മാറ്റം വരും. അപ്പോൾ
ആ പുളിയിനേക്കാളും മേലെ നിൽക്കേണ്ടത് ഉപ്പിൻ്റെ രസം തന്നെയാണ്. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ആവാം. ഇനി ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫിഷ് എല്ലാം മാരിനേറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഫിഷിന് പ്രോൺസാണ് കിട്ടിയത്. അപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോൺസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വഴുതിനാണ്. വഴുതിന ഇതേപോലെ സ്ലൈസാക്കി വെക്കാം. പിന്നെ പൊട്ടറ്റോ നീളത്തിലോ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ടോ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും, ടൈമില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും ഇത് ഇങ്ങനെ അതിൽ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി, ഉപ്പും മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചാൽ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് മൂന്നും ഫ്രൈ ചെയ്യും. ചിക്കൻ മാത്രം ഇപ്പോൾ ഫ്രൈ ചെയ്യില്ല, കാരണം എനിക്കത് ഒരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണത്. സാൻഡ്വിച്ച് ഉണ്ടാക്കുക, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ മാരിനേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്യണ പോലെ തന്നെ ഫ്രൈ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഒന്നുമില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അടുത്ത വീഡിയോ ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. മസാലക്കൂട്ട് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ മാരിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. പൊട്ടറ്റോ ഇട്ട് ഇതിന് വഴുതിനയിൽ ഓരോ പീസ് എടുത്തിട്ട് നമ്മളതിൽ സെപ്പറേറ്റ് ആയിട്ട് അത് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൽ പിന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇതവിടെ റെഡിയായി. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ആകുമ്പോൾ രണ്ടു സൈഡും ഒരേപോലെ മസാല തേച്ചിട്ട് ഫുള്ളായിട്ട് മസാല തേക്കുക. അങ്ങനെ മസാല തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഒരു 20 മിനിറ്റ്, മാക്സിമം അരമണിക്കൂർ വരെ വെക്കുക. അത്രയും മസാല പിടിച്ചോളും. അപ്പോൾ ഇത് പിടിച്ച് കഴിഞ്ഞ് ഇനി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ 2 അടുപ്പിലും പാൻ വെച്ചിട്ടുണ്ട്. ഇത് പ്രോൺസ് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാനിൽ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. നമ്മൾ ആ ഉപയോഗിച്ച പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഈ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് വേവണം. കാരണം വെളിച്ചെണ്ണ ഡയറക്റ്റ് ഒഴിച്ച് ഫ്രൈ ചെയ്താൽ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് വേകാൻ ടൈം എടുക്കും. അത് വേകുന്നവരെ വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കുക. വെന്തിട്ടില്ലാതെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക, അല്പം കൂടി വെള്ളം ഒഴിക്കുക. ഇനി ഇവിടെ ഈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പ്രോൺസ് ഇടാം. ഇനി രണ്ടും അല്പം നേരം വേകാൻ സമയമെടുക്കും. അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൊട്ടറ്റോ ഒരു 3 പ്രാവശ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വേവാത്തത് കാരണം. നന്നായി കുക്കാവണം, അല്ലെങ്കിൽ പച്ചയായിട്ട് ഇങ്ങനെ കടിക്കും. അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞ് ഇപ്പോൾ ഫുള്ള് ഡ്രൈ ആയി. ഇനി നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. നന്നായിട്ട് ഇങ്ങനെ ഇപ്പോൾ നന്നായി പാകം കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് ഡീപ്പ് ഫ്രൈ ആകേണ്ട താമസമേ ഉള്ളൂ. അപ്പം ഇതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ ചെറിയ അല്പം തീ കുറയ്ക്കുക.
സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഞാൻ ചെയ്തതും ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു താഴെ കാണില്ലേ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അത് പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കൂടാതെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷമാണ്. ഞാൻ കഷ്ടപ്പെട്ടതിനൊരു കാര്യമായല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഉപകാരമായി തോന്നി അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് പേഴ്സണലായിട്ട് തന്നെ നിങ്ങളിത് കാണാൻ പറയണം. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും പൂർണ്ണതയോടുകൂടിയാണ് പറഞ്ഞു തന്നത്. അല്ലാണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മറിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ വരുത്തിക്കൊണ്ടല്ല പറഞ്ഞു തന്നത്. അതായത് ഞാൻ ഉണ്ടാക്കുന്നതിൽ നന്നായിട്ട് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് മനസ്സുകൊണ്ട് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോസ് തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. കാരണം എനിക്ക് അടുത്ത വീഡിയോസിൽ നന്നായിട്ട് ചെയ്യാമല്ലോ, കുറച്ചുകൂടി കൂടുതലാക്കാമല്ലോ. അപ്പോൾ നന്നാക്കി ചെയ്യാനും കൂടി അത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതിരിക്കരുത്, കമൻറ്റ് ഇട്ടു അഭിപ്രായങ്ങൾ പറയണം, എന്ത് തന്നെയായാലും തുറന്ന് പറയണം. അപ്പം അതെനിക്ക് എൻ്റെ കഷ്ടപ്പാടിനുള്ളൊരു ഫലമായിട്ട് ഞാൻ കാണും. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾ ഈ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ തുറന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡിഷൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. തുടർന്ന് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും, ബേക്കിംഗ് ഉണ്ടാവും, കേക്ക് ബേക്കിംഗ് ഉണ്ടാവും, പിന്നെ ക്രാഫ്റ്റ്. അതിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയത് അത് 5000 മുതൽ 25,000 വരെ രൂപ നിങ്ങൾക്ക് കിട്ടാവുന്ന സിൽക്ക് റിബൺ എംബ്രോയ്ഡറി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൊറോണ കാരണം എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കൊറോണ കഴിഞ്ഞിട്ട് അതിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കാരണം എൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബ്രിഞ്ചോളുണ്ട്, ബ്രിഞ്ചോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ജസ്റ്റ് കാണിച്ചു തരിക മാത്രമേ ഉള്ളൂ. പിന്നെ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഈ പാനിലേക്ക് തന്നെ ബ്രിഞ്ചോൾ ഇടാം. ബ്രിഞ്ചോൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ആ ഹീറ്റായി കിടക്കുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ബ്രിഞ്ചോൾ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ കാണിക്കാതിരുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ഷാന ക്രിയേഷൻസ് 123 എന്നാണ്. പിന്നെ എനിക്കൊരു ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്, അതിൻ്റെ പേര് ഷാന ക്രിയേഷൻസ് എന്നാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരുവിധം ഒരു 50% വർക്കുകളും എൻ്റെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഡിസൈനിങ്, എൻ്റെ ഡ്രസ് ഡിസൈനിങ് വർക്കുകളാണെങ്കിലൊക്കെ അതിലുണ്ട്. പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. പിന്നെ പോട്ട് ഡിസൈനിങ്, ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് പോട്ട് ഡിസൈൻസ്, അങ്ങനത്തെ പല പോട്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷാന ക്രിയേഷൻസ് 123 എന്നാണ് ഇൻസ്റ്റാഗ്രാം പേര്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അതാണ്. പിന്നെ അത് അടുത്ത് തുടങ്ങിയതാണ്, അല്ലാതെ കുറേ ഒന്നുമില്ല. എന്നാലും ഫേസ്ബുക്ക് പേജിൽ കൂടുതലായിട്ടുണ്ട്, ഒരുവിധം വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേജ് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക്
എൻ്റെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഷാന നൗഷീർ എന്നാണ് ഫേസ്ബുക്ക് ID. പിന്നെ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇഷ്ടപ്പെടുന്ന വർക്കുകൾ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഫുൾ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഞാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.